ഇന്നൊരു ഉച്ചനേര വിശേഷങ്ങളാണ്. അപ്പോൾ അതാ ചോറ് വെന്തിട്ടുണ്ട്. ചോറ് ഞാൻ കുക്കറിലാട്ടോ വെക്കാറ്. അപ്പോൾ അത് വെന്തപ്പോൾ അങ്ങനെ ഊറ്റിയെടുക്കുന്നതാണ്. പിന്നെ ഒന്ന് കറിക്കും മുരിങ്ങയിലാണ്. അപ്പോൾ മുരിങ്ങയില ഊരിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പോലെ മുരിങ്ങയില ഊരുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ടോ? എനിക്കൊട്ടും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അതങ്ങനെ ഊരിയിട്ട് മുരിങ്ങയിലും പരിപ്പും കൂടെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കുകയാണ്. ഉള്ളിയും ജീരകവും തേങ്ങയൊക്കെ ആയിട്ട്. പിന്നെ വറ്റൽമുളക് ഇടുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ കറിക്കൊക്കെ വറ്റൽമുളകാട്ടോ കൂടുതൽ യൂസ് ആക്കുക. കാരണം ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ ഒരു കളറും കിട്ടും. അപ്പം മുരിങ്ങയില വെന്ത് വന്നപ്പോൾ അരപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. ഇതിൻ്റെ 4ാമത്തെ 5ാമത്തെ വോയിസ് ഓവർ വീഡിയോ ആണ്. അപ്പോൾ എന്ത് പറയണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയുന്നില്ല. അപ്പോൾ വോയിസിൽ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അതങ്ങനെയാണല്ലോ, പോകെ പോകെ ശരിയായിക്കോളും. തന്നെ പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ ആ തോരന് വേണ്ടിയിട്ട് പയറും സവാളും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറി തൂമിക്കുകയാണ്. ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ടിട്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളകും പൊടി ഇടുന്നുണ്ട്. എനിക്കിങ്ങനെ കറി ഇങ്ങനെ വെളുത്തുങ്ങാണ്ടിരിക്കുന്നത് അതിനോട് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തൂമിക്കുമ്പോൾ കുറച്ച് മുളകും പൊടി യൂസ് ആക്കലുണ്ട് കറിക്ക് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ റെഡിയായി. പിന്നെ തോരൻ വെക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ തോരനിൽ ഞാൻ മുളക് യൂസ് ചെയ്യുന്നില്ല. അതിങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എരിക്ക് വേണ്ടിയിട്ട് മുളകും പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മീനിൽ മസാല പുരട്ടി വെക്കുകയാണ്. മീനിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതിലങ്ങനെ മസാല തേച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച്. പിന്നല്ലേ, ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടാണ് തുടങ്ങാത്തതെന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അവരെന്ത് കരുതുമെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ എവിടെ എത്തലുണ്ടാവില്ല, ഒന്നും തുടങ്ങലുണ്ടാവില്ല. മനുഷ്യന്മാരങ്ങനെയാണ്. ഒരു മനുഷ്യൻ്റെ വളർച്ച മറ്റൊരു മനുഷ്യന് ഇഷ്ടപ്പെടില്ല, അതങ്ങനെയാണ്. അപ്പോൾ അവരുടെ ചിന്തകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മുടെ തോട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. ശ്രമിച്ചാൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത്? മനഃപൂർവ്വം നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരുന്നാൽ മതി. നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുക. ബാക്കിയൊക്കെ വഴിയേ വന്നോളും. മേ ബി ഇന്ന് നമ്മൾ പരിഹസിച്ചവരൊക്കെ നാളെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം വരും. അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവുക. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തോരനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് കൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനില്ലേ ഇങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും വലിച്ചിടാറില്ല കേട്ടോ കുക്കിങ്ങിന് വേണ്ടിയിട്ട്. ഒരു പാത്രത്തിൽ വെച്ച് അത് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ പാന് വീണ്ടും കഴുകിയിട്ടാണ് അടുത്തതിന് യൂസ് ചെയ്യാറ്. അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും വലിച്ചിടാറില്ല. അപ്പോൾ അതിൻ്റെ ചോറും കറിയും തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.